സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഫമനിത്തുറ ഗൈറ ബാഗിൻ വലാ ആദിൻ ഫലാ ഇസ്മ അലൈഹി എന്ന ഭാഗമാണ് മനസ്സിലാക്കുകയുണ്ടായത്, പഠിക്കുകയുണ്ടായത്. അവിടെ നമ്മൾ ആ ഭാഗം ഉൾക്കൊണ്ട ഏതാനും വിഷയങ്ങളാണ് പഠിച്ചത്. ബഗയും ഉദ്വാനും ഒരു വ്യക്തിക്ക് ഇല്ലാത്ത അവസ്ഥയിൽ ബഗയിനും ഉദ്വാനും പല അർത്ഥങ്ങൾ വിവക്ഷിക്കപ്പെട്ടത് നമ്മൾ പഠിച്ചുപോയി. പ്രബലമായ അഭിപ്രായത്തെയും സൂചിപ്പിച്ചു. ബഗയിൽ നിന്നാണ് ബാഗിൻ. നിർബന്ധ സാഹചര്യമില്ലാതെ നിഷിദ്ധം ഭക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവനും വെമ്പൽ കൊള്ളുന്നവനുമാണ് അപ്പോൾ ബാഗി. നിർബന്ധ സാഹചര്യം തേടുന്ന അളവിനപ്പുറം നിഷിദ്ധം ഭക്ഷിക്കുന്നവനാണ് ആദിൻ. ഇങ്ങനെയൊരവസ്ഥയിലല്ലാതെ നിർബന്ധിക്കപ്പെടുന്നവൻ മനിത്തുറ, വല്ലവരും നിർബന്ധിക്കപ്പെടുകയായാൽ. ആ നിർബന്ധിതാവസ്ഥയുമായി ബന്ധപ്പെട്ട ചില ചരിത്രങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ അവസാന ഭാഗം മനസ്സിലാക്കുകയുണ്ടായത്. നമ്മൾ പറഞ്ഞത് കേവലം വിശന്നു എന്നത് നിഷിദ്ധം തിന്നാൻ നിർബന്ധിക്കപ്പെടുകയോ ഇളവ് അനുവദിക്കപ്പെടുകയോ ചെയ്ത വിഷയമല്ല. നിർബന്ധിതാവസ്ഥ അത് മതപരമായ വീക്ഷണ കോണിലൂടെ നോക്കി അളന്നു തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലും ചില ചരിത്രങ്ങൾ നമ്മൾ ശ്രവിച്ചു. ഇതൊരു ഗൗരവപ്പെട്ട വിഷയമാണ്. തിരുസവിധത്തിൽ അന്ന് നടന്ന മറ്റൊരു ചരിത്രം ഇപ്രകാരമാണ്. ഗിഫാർ ഗോത്രത്തിൽ നിന്ന് ആബിൽ ലഹം എന്ന വ്യക്തിയുടെ ഒരു മൗല, അടിമ ഉമൈർ എന്നവർ തൻ്റെ യജമാനന്മാരോടൊത്ത് മദീനയിലേക്ക് ഹിജറ വന്ന ഒരു ചരിത്രമുണ്ട്. ആബിൽ ലഹം അൽ ഗിഫാരി ഗിഫാർ ഗോത്രത്തിൽ അറിയപ്പെട്ട ഒരു കവിയും നേതാവുമാണ്. ജാഹിലിയത്തിൽ അയാൾ മാംസാഹാരത്തോട് അപ്രിയനായിരുന്നു. അതുകൊണ്ടാണ് അയാൾക്ക് ആബിൽ ലഹം, മാംസം വിസമ്മതിക്കുന്നവൻ എന്ന പേര് വന്നത്. അയാളുടെ യഥാർത്ഥ പേര് അബ്ദുള്ള ഇബ്നു അബ്ദുൽ മാലിക് എന്നാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ മൗല ഉമൈർ എന്നവർ യജമാനന്മാരോടൊത്ത് മദീനയിലേക്ക് ഹിജറ വന്നു. അങ്ങനെ വിശുദ്ധ മദീനയോടടുത്ത് ആ ഹിജറ സംഘം എത്തിയപ്പോൾ ഉമൈർ എന്നവരെ ഈ യാത്രാ സംഘത്തിൻ്റെ ഒട്ടകങ്ങളെയും കുതിരകളെയും നോക്കാനും മേക്കാനും ഏൽപ്പിച്ച് സയ്യിദന്മാർ, യജമാനന്മാർ മദീനയിലേക്ക് പ്രവേശിച്ചു പോയി. ഉമൈർ പറയുകയാണ്, ഫഅസാബത്നി മജാഅത്തുൻ ഷദീദത്തുൻ, അതോടെ എനിക്ക് ശക്തമായ വിശപ്പ് ഏറ്റു, ഞാൻ വിശന്നു പൊരിഞ്ഞു. അങ്ങനെ ഇരിക്കുകയാണ് ചില മദീനക്കാർ ആ വഴി കടന്നു പോകുന്നത്. ആ കടന്നു പോകുന്ന മദീനക്കാർ അദ്ദേഹത്തോട് പറഞ്ഞു, ലൗ ദഖൽത ബഅദ ഹവായിത്തിൽ മദീനത്തി ഫഅസബ്ത മിൻ തംരിഹ, മദീനയിൽ ധാരാളം ഈത്തപ്പനത്തോട്ടങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു തോട്ടത്തിൽ പ്രവേശിച്ച് അതിലെ കാരക്കകൾ താങ്കൾക്ക് എടുക്കാമായിരുന്നു. ആളുകൾ അത് പറഞ്ഞപ്പോൾ ഉമൈർ മദീനയിലെ ഒരു തോട്ടത്തിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ ഒരു ഈത്തപ്പനയുടെ അടുക്കൽ ചെന്ന് അദ്ദേഹം 2 ഈത്തപ്പന കൊലകൾ വെട്ടി. അദ്ദേഹം പറയുകയാണ്, അപ്പോഴതാ തോട്ടത്തിൻ്റെ ഉടമ വരുന്നു, എന്നെ പിടികൂടുന്നു. അദ്ദേഹം എന്നെയും കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചെന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എന്നെക്കുറിച്ച് ചോദിച്ചു. ഉമൈർ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അദ്ദേഹം പറയുകയാണ്, വ അലയ്യ സൗബാനി, ഞാൻ 2 ഡ്രസ്സ് ധരിച്ചിരുന്നു. ആ ഡ്രസ്സ് നോക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അയ്യുഹുമ അഫ്ദലു, ഈ 2 ഡ്രസ്സിൽ ഏറ്റവും ഉത്തമമായത്, മുന്തിയത് ഏതാണ് എന്ന് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. ഫഅശർതു ഇല അഹദിഹിമ, എൻ്റെ 2 ഡ്രസ്സുകളിൽ ഒന്ന് ഞാൻ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു കൊടുത്തു, ഇതാണ് മുന്തിയത് എന്ന അർത്ഥത്തിൽ. ഉമൈർ പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത ആ ഡ്രസ്സ് എടുക്കാൻ എന്നോട് പറഞ്ഞു. ഫഅമറനി ബി അഖ്ദിഹി വ അമറ സാഹിബൽ ഹായിതി ബി അഖ്ദിൽ ആഖർ, രണ്ടാമത്തെ വസ്ത്രം അത് തോട്ടത്തിൻ്റെ ഉടമയോട് എടുക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു. എന്നിട്ട് വഖല്ല സബീലി, എന്നെ എൻ്റെ വഴിയെ ഒഴിവാക്കി വിട്ടു എന്നാണ്. ഞാനിത് ഉദ്ധരിച്ചത് കൊടിയ വിശപ്പിനാലാണ് ഉമൈർ എന്നവർ ആ തോട്ടത്തിൽ കയറി ഈത്തപ്പന നോക്കി അതിൽ നിന്ന് കുല വെട്ടിയത്. പക്ഷേ അദ്ദേഹത്തിന് 2 ഡ്രസ്സുകളുണ്ട്. അതിൽ നിന്നൊന്ന് എടുത്തു വിൽക്കുകയോ പകരം നൽകുകയോ ചെയ്താൽ ആ വസ്ത്രത്തിന് പകരമായിട്ട് അയാൾക്ക് ഭക്ഷണം കൊള്ളാനും വാങ്ങാനും സാധിക്കും. അതിന് അവസരമുണ്ട്. പക്ഷെ അദ്ദേഹം ആ അവസരം ഉപയോഗപ്പെടുത്താതെ വിശന്നു പൊരിഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞതനുസരിച്ച് തോട്ടത്തിൽ കയറി ഈത്തപ്പഴം എടുക്കുകയാണ് ചെയ്തത്. തൻ്റെ പക്കൽ ഉപയോഗപ്പെടുത്താവുന്നതും അല്ലെങ്കിൽ തൻ്റെ പക്കലുള്ളതിനെ വിറ്റ് അതിൻ്റെ വില ഉപയോഗപ്പെടുത്താൻ പറ്റിയതുമുണ്ടായിരിക്കെ അന്യൻ്റെ സ്വത്തിന് നേരെ താൻ ആവശ്യക്കാരനാണെന്ന കാരണം പറഞ്ഞ് ചെല്ലുന്നത്, അതെടുക്കുന്നത് പാടുള്ളതല്ല എന്ന് നമ്മളിവിടെ പഠിപ്പിക്കപ്പെടുന്നു. നിർബന്ധ സാഹചര്യങ്ങൾ നിഷിദ്ധങ്ങളെ അനുവദനീയമാക്കും
എന്ന അടിസ്ഥാനം ഈ വചനത്തിൻ്റെ വിശദീകരണത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് ആ നിർബന്ധ സാഹചര്യം എന്നത് നിർണയിക്കപ്പെടേണ്ടതുണ്ട്. അത് യഥാവിധം അറിയപ്പെടേണ്ടതും ഉണ്ട്. അദ്ദറൂറാത്ത് തുബീഹുൽ മഹ്ദൂറാത്ത്, ഇത് ഒരു വലിയ തത്വവും നമ്മുടെ ദീനിൻ്റെ ഒരു അടിസ്ഥാനവുമാണ്, ഒരു സിദ്ധാന്തമാണ്. ഈ വിഷയത്തിൽ ഗ്രന്ഥരചനകൾ വരെ ഉണ്ടായിട്ടുണ്ട്. കർമ്മശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ ഏറെ പ്രസിദ്ധമായ ഒരു സിദ്ധാന്തമാണ് അദ്ദറൂറാത്ത് തുബീഹുൽ മഹ്ദൂറാത്ത്, നിർബന്ധ സാഹചര്യങ്ങൾ നിഷിദ്ധങ്ങളെ അനുവദിക്കും എന്നുള്ളത്. ഇതിൻ്റെ കീഴിൽ വേറെയും കുറേ തത്വങ്ങളുണ്ട്. അദ്ദറൂറത്തു തുഖദ്ദറു ബിഖദ്രിഹ, നിർബന്ധം അതിൻ്റെ തോത് നിർണയിക്കപ്പെടണം. അദ്ദറർ യുസാൽ, ഉപദ്രവങ്ങൾ നീക്കപ്പെടണം. ഇങ്ങനെ തുടങ്ങി പല തത്വങ്ങളും. ഈ തത്വത്തിനുള്ള അടിസ്ഥാനം അതാണ് നമ്മുടെ ഈ വചനം. ഫമനി തുറ ഗൈറ ബാഗിൻ വലാ ആദിൻ ഫലാ ഇസ്മ അലൈഹി എന്നുള്ള വചനം. വിശുദ്ധ ഖുർആനിൽ 5 ആയത്തുകൾ ഈ ഒരു അടിസ്ഥാന സിദ്ധാന്തത്തിന്, തത്വത്തിന് തെളിവായി പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. ഒന്ന് സൂറത്തുൽ ബഖറയിലെ 173 വചനം, നമ്മൾ ഈ പഠിക്കുന്ന വചനം. മറ്റൊന്ന് സൂറത്തു അൽ മാഇദയിലെ 3 വചനം, ഫമനി തുറ ഫീ മഖ്മസത്തിൻ ഗൈറ മുതജാനിഫിൻ ലിഇസ്മിൻ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം എന്ന വചനം. വിശപ്പുണ്ട്, ആ സമയം തെറ്റിലേക്ക് ചായാത്ത വിധം നിഷിദ്ധങ്ങൾ തിന്നാൻ വല്ലവരും നിർബന്ധിക്കപ്പെടുകയായാൽ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം, നിഷിദ്ധങ്ങൾ തിന്നാവുന്നതാണ്, കാരണം അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണ കനിയുന്നവനുമാകുന്നു. ഇതേപോലെ സൂറത്തുൽ അൻആമിലെ 119 വചനവും 145 വചനവും. 119 വചനത്തിൽ വമാ ലക്കും അല്ലാ തഅകുലു മിമ്മാ ദുകിറ സ്മുല്ലാഹി അലൈഹി വഖദ് ഫസ്സല ലക്കും മാ ഹറമ അലൈക്കും ഇല്ലാ മത്തുരിർതും ഇലൈഹി എന്ന വചനമാണ്. അൻആമിലെ തന്നെ 145 വചനം, ഫമനി തുറ ഗൈറ ബാഗിൻ വലാ ആദിൻ ഫഇന്ന റബ്ബക ഗഫൂറുർ റഹീം എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ മറ്റൊരു വചനം, 5-ാമത്തെ വചനം സൂറത്തുൻ നഹ്ലിലെ 115 വചനം, ഫമനി തുറ ഗൈറ ബാഗിൻ വലാ ആദിൻ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. സൂറത്തുൽ മാഇദയിലെയും സൂറത്തുൽ അൻആമിലെയും സൂറത്തുൻ നഹ്ലിലെയും 4 വചനങ്ങളും നമ്മുടെ പഠന വിഷയമായ ഈ വചനവും ഇവകളാണ് നിർബന്ധിതാവസ്ഥയിൽ നിഷിദ്ധങ്ങൾ അനുവദനീയമാകും എന്നതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ.